ഹലോ, അസ്സാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് രാവിലെ നമ്മൾ വന്നേക്കന്നെ തേങ്ങ ചിരകിയെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തരച്ചിങ്ങാണ്ട് ചിക്കൻ കറി വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽക്കൊന്ന് തേങ്ങ ഒക്കെ ഒന്ന് ചിരകിയെടുക്കുകയാണ് കേട്ടോ, അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടൻ ചായക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, മോന് മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് തന്നെ മറ്റേ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ, തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിക്ക് വലിയ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഒന്നാണ്ട് വെളിച്ചെണ്ണയൊക്കെ കണ്ടിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക വെച്ചിട്ടോ. അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് ഇതുപോലെ തേങ്ങ അരച്ചിട്ട് വറുത്തരച്ചിട്ടുള്ള കറിയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ആകുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കഴിക്കാനും മടിയാണ്. അപ്പോൾ ഈ ചിക്കൻ കറി ഇന്നലത്തെ ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ തേങ്ങയും കൂടി ഒന്നാണ്ട് വറുത്തുങ്ങാണ്ട് ആക്കിയെടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങ വറുത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് ആണ് ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനൊന്ന് പാത്രത്തേക്ക് കൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ചീനച്ചട്ടിയിൽ നിന്ന്. പിന്നെ ചപ്പാത്തിക്ക് ഞാൻ ചുടുവെള്ളം ഒഴിച്ച് കണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇളം ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ, നല്ല തിളച്ചിട്ടില്ല. ചുടുവെള്ളമായിട്ട് ഒഴിച്ചെടുത്തുകൊണ്ട് കുഴച്ചെടുത്തുകൊണ്ട് ഇതാ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പരത്തിയിട്ട് ചുടുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ, അല്ല വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രസ്സുമ്പം കണ്ട് വട്ട് പോലെ ഞാനോണ്ടൊന്ന് അമർത്തിണ്ട് വെച്ചിട്ടുണ്ട്, എളുപ്പം പരത്താൻ വേണ്ടിയിട്ട്. അത്യാവശ്യം പരത്തിണ്ട് കിട്ടിയാൽ പിന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ എളുപ്പമല്ല. അപ്പോൾ ആദ്യം തന്നെ ഉണ്ട് പരത്തുമ്പോൾ കുറച്ച് കൂടുതൽ നേരം പരത്തേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ എന്താ കേട്ടോ, പ്രസ്സും ഒന്നാണ്ട് അമർത്തിയാണ്ട് വെക്കും. എന്നിട്ട് പിന്നെ ഈ കോയിലോണ്ട് ഒന്നാണ്ട് പരത്തിയെടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അടിപൊളിയായിട്ട് തന്നെ ചപ്പാത്തി കിട്ടും ചെയ്യും. അത്യാവശ്യം ഒരു വലിപ്പമില്ലാതെ ചപ്പാത്തി ചുടുമ്പോൾ എന്തോ പോലെയല്ല. അപ്പോൾ പ്രസ്സും അമർത്തിയിട്ടുണ്ടെങ്കിൽ വലിപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ, എന്നാലും ഇത്ര തന്നെ കണ്ടായി കിട്ടൂല. അപ്പം ഞാൻ കടയിൽ നിന്നൊക്കെ വലിയ ചപ്പാത്തി വാങ്ങൂല, അതുപോലെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മീഡിയം വലിപ്പത്തിൽ തന്നെയാണ് ഇന്ന് ആക്കിയിട്ടുള്ളത്. നമ്മൾ ഉരുള എടുക്കുന്നതിനനുസരിച്ചിട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇത്രയും വലിപ്പത്തിലായിട്ട് ഇന്നുണ്ടായിരിക്കണ്. അപ്പോൾ ചിക്കൻ്റെ കറി ഇതിലേക്ക് പാത്രത്തേക്കൊക്കെ ആക്കി വെച്ചിരുന്നേക്ക് ഈ തേങ്ങ വറുത്തുങ്ങാണ്ട് അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് തിളച്ചിട്ട് നമുക്കതാണ്ട് ഓഫാക്കി വെക്കുകയും ചെയ്യാം. പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ടൊന്നാണ് തൂമിച്ചെടുത്താലും മതി. അപ്പോൾ കറി പെട്ടെന്ന് തന്നെ ആക്കിയതിൻ്റെ ശേഷം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കറി ആയി കിട്ടിയാൽ പിന്നെ ആർക്കെങ്കിലും എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കൊടുക്കാമല്ലോ, ഇക്കാക്കോ പിന്നെ ആരെങ്കിലുമൊക്കെ ട്രിപ്പിന് വിളിക്കുകയെന്നുണ്ടെങ്കിലായിട്ട് എളുപ്പം പോവില്ല എന്നുണ്ടെങ്കിൽ നേരെ വൈകിട്ട് തന്നെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചപ്പാത്തിയൊക്കെ ഉഷാറായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ, നല്ല സോഫ്റ്റ് ചെയ്യുന്നു ചപ്പാത്തി. പിന്നെ ഈ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ തോന്നുന്നു കുറച്ചും കൂടി ഹാർഡായിട്ടാണ് ഇരിക്കുകയെന്ന്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ കുഴക്കുമ്പോൾ കുറച്ചും കൂടി ഉഷാറാണ്. പിന്നെ നല്ല വാട്ടിയിട്ടുണ്ട്, തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുത്തുങ്ങാണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല കുഴഞ്ഞങ്ങാണ്ടിരിക്കും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ഉണ്ട് കുഴഞ്ഞതും പിന്നെ അതുപോലെ ബലം പിടിച്ചിങ്ങാണ്ടുള്ളതും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഈ ചുടുവെള്ളത്തിൽ ഒഴിച്ചിങ്ങാണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും ചെയ്യും, എന്നാലോ നല്ല മഴ ഉണ്ടാവും ചെയ്യും, അങ്ങനെ കേട്ടോ കിട്ടുക. അപ്പോൾ അത് മെതുക്കൊക്കെ എണ്ണ ഒക്കെ തേച്ചിങ്ങാണ്ട് ചപ്പാത്തി ചൂടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എണ്ണ ഒന്നും ഇപ്പോൾ തേച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ കറിക്ക് ഇത് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് തൂമിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കറിയും ഇതൊക്കെ ആയി കിട്ടി, ചപ്പാത്തിയൊക്കെ ആയിട്ട് പിന്നെ ചായ കുടിക്കാനുണ്ട്. അപ്പോൾ ഇക്ക ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ആ മോളിനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കണം. അപ്പോൾ നീച്ച് വന്നിട്ട് ഫോണുമ്മലാണ് കേട്ടോ, ഫുള്ള് ഇക്കാൻ്റെ ഫോണുമ്മലാണ്. അപ്പോൾ ഇക്കാൻ്റെ ഫോണ് കിട്ടിയാൽ പിന്നെ ഫുള്ളായി ടൈമിൽ തന്നെയാണ്. അപ്പോൾ ചായ കുടിക്കാനൊന്നും വരില്ല. പിന്നെ കുറച്ച് ചായൻ്റെ വെള്ളമൊക്കെ കുടിച്ച് ഉടുപ്പിലൊക്കെ കളഞ്ഞ് അതൊക്കെ മാറ്റിയിട്ടിട്ടാണ് കേട്ടത്. അപ്പോൾ അത് വെയിലും കണ്ട് ഇറച്ചി വരുമ്പോൾ തന്നെ നമ്മളെ അകത്തേക്ക് നല്ല വെളിച്ചാണ് കേട്ടോ. അപ്പോൾ ഓള് പറയാണ് ഉമ്മച്ചിയെ വെളിച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നിട്ട് ഞാനും. അപ്പോൾ അത് ഓൾക്കാൻ എങ്ങനെയുള്ള പണിയാണിത്, ഫ്രിഡ്ജ് തുറന്നിടുക കേട്ടോ. എപ്പോഴും ഫ്രിഡ്ജ് തുറന്നിടലാണ് പണി. അടുക്കളയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓളിപ്പോൾ ചെയ്യുന്ന പണിയാണ് ഫ്രിഡ്ജ് തുറന്നിടൽ. അപ്പം ഞാനിങ്ങനെ പറയണം അത് അടക്ക് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ മ്യൂസിക് വരും, അപ്പോഴാണ് ടോൾ അടക്കുക. എപ്പോൾ തുറന്നാലും അങ്ങനെ തന്നെ കുറച്ച് നേരം അടക്കാതെ അവിടെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അടക്കൂട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തവള ഉണ്ട്, അതാണ് ആ സൗണ്ട് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓളടക്കും. ഇതാണ് ഓളെ പരിപാടി. അപ്പോൾ ഇന്ന് ചോറുണ്ടാക്കുന്നത് തേങ്ങാച്ചോറാണ്. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ചോറൊക്കെ ഉണ്ടതിനെക്കാട്ടി എളുപ്പം തന്നെയാണ് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ.
അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ അധികം വേവാറാതെ കണ്ട് കിട്ടുകയും ചെയ്യണം. അപ്പോൾ തീക്കുള്ള കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തൊലിക്കുകയാണ്. അപ്പോൾ ഓളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ, അത് ഇത് വെച്ച് അത് ഇത് മുട്ടായി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ മുട്ടായിയൊക്കെ തരണ്ട്, ഇനി ഫ്രിഡ്ജ് തുറന്നിടരുത് കേട്ടോ, അപ്പോൾ അതിൽ തവള ഉണ്ടാവും എന്നൊക്കെ പറയണം. എന്താ കാരണം എപ്പോഴും ഇങ്ങനെ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് നമ്മളെപ്പോഴും പറഞ്ഞാണല്ലോ, കൂടുതൽ തുറക്കലും അടക്കലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കറണ്ട് ബില്ല് കൂടുക എന്നുള്ളത്, അല്ലാതെ ഉണ്ടെങ്കിൽ കുറയുന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ കറണ്ട് ബില്ല് കുറവ് തന്നെയുണ്ട്. പിന്നെ ഇതിലധികം കറണ്ട് ആവണമൊന്നുമില്ല, പക്ഷേ ഫ്രിഡ്ജില്ലാത്തന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിന്ന്. അപ്പോൾ അത് കാരണം പിന്നെ അളവിന് നമ്മൾ ഫ്രിഡ്ജൊക്കെ ആക്കിയതാണ്. ഇവിടെ ഒരു സാധനം വെക്കാൻ പറ്റില്ല ഇന്ന് ടൈലിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട്. അങ്ങനെ ഇപ്പോൾ ഫ്രിഡ്ജായപ്പോൾ പിന്നെ കുറേ സമാധാനമാണ്. പിന്നെ അതാ ഞാൻ അരിയൊക്കെ കഴുകി എടുത്തുകൊണ്ട് അതിക്ക് തേങ്ങ ചിരകിയത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഉപ്പും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. തിരുമ്മി എടുത്തിട്ട് അതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ അതിൻ്റെ കണക്കിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, അരി എടുക്കുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാനൊരു കൈ കണക്കിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കൽ. പിന്നെ നമുക്കൊന്ന് കിട്ടിയിരിക്കണത് ഒരു നാടൻ ചിക്കനാണ് കേട്ടോ. നാടൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ വളർത്തുന്ന കോഴിയുണ്ടല്ലോ, അപ്പോൾ ഇക്കാൻ്റെ സ്നേഹിതന് കൊടുത്തതാണ് തന്നെ, ചെറിയൊരു കോഴിയാണ് കേട്ടോ. അപ്പോൾ അത് കൊടുത്തപ്പോൾ അത് വലിയ സന്തോഷത്തിൽ എനിക്ക് കൊടുന്നതാണ് ഇത് ഉണ്ടാക്കുക തന്നെ കേട്ടോ. അപ്പോൾ മൂപ്പരാൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ നാടന്. എനിക്കാണെങ്കിലോ അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ചിക്കനാണ് കേട്ടോ ഇഷ്ടം. വീട്ടിൽ വളർത്തുന്നത് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് മൺചട്ടിയിൽ പുറത്ത് നമുക്ക് കത്തിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയല്ല, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അതിനതാ ഞാൻ ചിക്കനൊക്കെ കഴുകിയെടുത്തേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ ചിക്കൻ മസാല എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള വറുത്ത് പൊടിച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചതച്ചിങ്ങാണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്നാണ് മിക്സ് ചെയ്ത് പിന്നെ ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുളക് പൊടി അധികം ചേർത്തിട്ടില്ല, മുളക് പൊടി തീരെ ചേർത്തിട്ടില്ല കേട്ടോ, അധികം എന്നല്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലൊരു കോഴിമുട്ട ഉണ്ടായിരുന്നു 2-3 എണ്ണം, അതും കൂടിയാണ് മുകളിൽ ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ എന്താണെങ്കിലും നമ്മൾ അടുപ്പിൽ കത്തിച്ചിട്ടുണ്ടാക്കുന്നത് നല്ലൊരു രുചി തന്നെയാണല്ലോ അത്. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ചോറ് കുക്കറിലാണെങ്കിൽ ഇവിടെ ആകെ പരന്നെടുക്കണത് വെള്ളമൊക്കെ ചൂടാക്കി കേട്ടോ. ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി എടുത്തിന്ന് കുളിക്കാനും. ഇപ്പോൾ രാവിലെ നല്ല തണുപ്പാണല്ലോ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാനൊക്കെ ഇങ്ങോട്ട് അടുക്കളയൊക്കെ കൊടുന്നിട്ടാണ് കേട്ടോ. ഇതുപോലെ കൊടുന്നിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ എടുത്ത് കത്തിക്കാൻ പറ്റും. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് കുളിക്കണ സമയത്താണ് ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് ഒക്കെ ഒന്ന് അടിച്ചു വരില്ല. അപ്പം കുറച്ചിങ്ങനെ കിടക്കണമെന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, മഴയൊക്കെ ചാറിയിട്ടുണ്ടെങ്കിൽ ഒക്കെ നനഞ്ഞു പോവും. അത് വിചാരിച്ചിട്ട് അടുക്കളയിലൊക്കെ കൊടുന്നിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കത്തിക്കാനും പറ്റും. ഇപ്പോൾ പിന്നെ ഈ വെയിൽ അറിയിക്കുമ്പോൾ നമുക്ക് നല്ല സുഖം കേട്ടോ, പുറത്ത് ഇങ്ങനെ ഈ അടുപ്പത്ത് കത്തിക്കാൻ നല്ലൊരു സന്തോഷമാണ് ഇങ്ങനെ കത്തിക്കാൻ. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെച്ച് അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് വറ്റോളം ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ നല്ല വിശപ്പും ഇതൊക്കെ ആയപ്പോൾ പെട്ടെന്ന് തന്നെ ചോറൊക്കെ കഴിച്ചിട്ടാ. അപ്പോൾ ഇതൊക്കെ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് ലാസ്റ്റ് ഒന്ന് തൂമിച്ചിന്ന്. പിന്നെ ഈ തേങ്ങാച്ചോറ് ഇത് അച്ചാറുണ്ടായിരുന്നു, കച്ചമ്പറൊക്കെ കൂട്ടി ചോറുന്നിട്ട്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു, ചാർജ് ഇല്ല. എന്നിട്ട് ചോറുന്നലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഈ ചോറ് കാണിക്കുന്നത് കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ചിങ്ങാണ്ട് ഓഫാക്കിയിട്ടതായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഉസാറായിന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.